നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും. അഹാനയും ദിയയും അടക്കമുള്ള മക്കളും ഭാര്യ സിന്ധുവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ആരാധകരുള്ള സെലിബ്രിറ്റികളാണ്. എന്നാൽ അടുത്ത കാലത്തായി ഇവരുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ കൂടിയായ ആലപ്പി അഷ്റഫ്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ പ്രകാരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പേരും പ്രശസ്തിയും നേടി അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു കുടുംബമായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റേത്. കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്ക് 4 പെൺകുട്ടികളാണല്ലോ ഉള്ളത്. ഒരു പെൺകുട്ടിയുള്ള മാതാപിതാക്കൾ പോലും ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഇക്കാലത്ത് കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൂമ്പാറ്റകളെപ്പോലെ പാറിപ്പറന്ന് നടന്ന് കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ സന്തോഷത്തിലും വളർച്ചയിലും മാതാപിതാക്കളും ഒപ്പമുണ്ട്. ഇവരെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. മുൻപ് പലപ്പോഴും ഇവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങളോട് പൊതുസമൂഹം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ന്യായങ്ങൾ നിരത്തി പ്രതിരോധിച്ച് നിൽക്കുവാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും അവരുടെ ശക്തമായ നിലപാടുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുമായിരുന്നു. അഹാനയുടെ പ്രതികരണങ്ങളൊക്കെ വളരെ പക്വതയോടെയായിരുന്നു. എന്നാൽ ദിയ കൃഷ്ണയുടെ അപക്വമായ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് പൊതുസമൂഹത്തിനിടയിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തുറന്നുകാട്ടി പലരും പ്രതികരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു ഇമേജിനാണ് ഇപ്പോൾ ഇളക്കം സംഭവിച്ചിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്കും അവരുടെ കുട്ടികൾക്കും പ്രത്യേകം ചാനലുകളുണ്ട്. അതിനെല്ലാം തന്നെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുമുണ്ട്. അതിൽ കൃഷ്ണകുമാർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ അവരുടെ യാത്രാനുഭവങ്ങളും അവരുടെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും പാചകവും വാചകവും കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും എന്തിനേറെ സ്വന്തം പ്രസവം വരെ ആഘോഷമാക്കി മാറ്റി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് അവരുടെ ചാനലിലെ കണ്ടന്റുകൾ. അതിനൊക്കെ വലിയ ആരാധകരും അംഗീകാരങ്ങളും വിമർശനങ്ങളും ഒക്കെ ലഭിക്കുന്നത് കൊണ്ടാണ് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുവാനും നിലനിൽക്കുവാനും അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുസമൂഹത്തോട് കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകണം. പൊതുജനങ്ങളുടെ പ്രതികരണത്തിന് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. അവരാരും നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങളുടെ വീട്ടിലെത്തി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അഭിപ്രായവും കമന്റുകളുമൊന്നും പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചെറുതും വലുതുമായ കുടുംബവിശേഷങ്ങൾ പൊതുമധ്യത്തിൽ പറയുമ്പോൾ പഞ്ചപുച്ഛമടക്കി കേട്ടിരിക്കണം. തിരിച്ചൊരു അഭിപ്രായവും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്. അഹാനയെക്കുറിച്ച് വളരെ ഇഷ്ടത്തോടെയും മതിപ്പോടെയും വളരെ നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും കാര്യശേഷിയുമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ധാരണ തെറ്റായിരുന്നോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇന്നിപ്പോൾ അഹാന തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ആശ്വാസ്യമല്ലാത്ത ചില കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് വിളമ്പിയപ്പോൾ അയ്യേ, ഈ കുട്ടി എന്താണിങ്ങനെ എന്ന് തോന്നിപ്പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില സംഭവങ്ങൾ നമ്മെ നല്ല അവസ്ഥയിലേക്കും ചിലപ്പോൾ മോശപ്പെട്ട അവസ്ഥയിലേക്കും നയിച്ചേക്കാം. പ്രതീക്ഷിതമായി ഉണ്ടായ ചില സംഭവങ്ങൾ കാരണം ഏറിൽ പോയ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയ്ക്ക് ഇതുവരെ തിരിച്ചിറങ്ങാനായിട്ടില്ല. അഹാനയുടെ ഇമേജിനെ തകർക്കാൻ കരുക്കൾ നീക്കിയത് അഹാന പാലുകൊടുത്ത് വളർത്തിയ ഒരു പാമ്പാണ് എന്നാണ് അഹാന തന്നെ പറയുന്നത്. അത് മറ്റാരുമല്ല, തൻ്റെ സ്വന്തം ചെറിയമ്മയുടെ മകളായ തൻവിയാണ്. അഹാന മുൻകൈയെടുത്ത് സഹായിച്ചു തുടങ്ങിയ തൻവിയുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ, സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ അഹാനയെ തന്നെ ബലിയാടാക്കി. അമ്മുമ്മയുടെ പരാതികളും പരിഭവങ്ങളും നിറഞ്ഞ കഥനകഥയുമായിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്നത് ചീഞ്ഞു നാറിയ ദുർഗന്ധം വമിക്കുന്ന കുടുംബ കഥയിലേക്ക് വഴിമാറി. കുടുംബത്തിലെ പലരുടെയും സ്വകാര്യ ജീവിത കഥകൾ പൊതുവിടത്തിൽ ചർച്ചയ്ക്കായി ഇട്ടുകൊടുത്തു. ഇതിലിപ്പോൾ അമ്മുമ്മ മാത്രമല്ല, അമ്മയും അപ്പച്ചിയും അപ്പൂപ്പനും ചെറിയമ്മയും അവരുടെ മകളുമൊക്കെ കഥാപാത്രങ്ങളായി എത്തി അരങ്ങു തകർത്തുകൊണ്ടിരിക്കുകയാണ്.